അബുദാബിയിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ തിരുവനന്തപുരം സ്വദേശിയെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കരുകുളം പുതിയതുറ അഴങ്കൽ പുരയിടത്തിൽ ഡിക്സൺ സെബാസ്റ്റ്യൻ എന്ന 26 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ ദുബായിലെ ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ചെറുപ്പക്കാരനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. തുടർന്ന് പോലീസിൽ ബന്ധുക്കളടക്കം പരാതി നൽകിയിരുന്നു. ഇയാൾക്ക് വേണ്ടി വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അബുദാബിയിലെ ഒരു വാച്ച് റിപ്പയറിംഗ് ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. ദുബായ് ജെഗ്സായിദ് റോഡുമായി ബന്ധപ്പെട്ട് ഒരു പാലത്തിൽ നിന്നാണ് ഇയാൾ താഴേക്ക് ചാടിയതെന്നാണ് വിവരം. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുമെന്നാണ് ഈ റിപ്പോർട്ട്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. വെറും 600 ദിർഹവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഒരു പ്രവാസിയുടെ ജീവനെടുത്ത കാര്യമാണ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും പറയാനുള്ളത്. ഏഷ്യക്കാരായിട്ടുള്ള 7 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 സഹോദരങ്ങളെ ഏഷ്യക്കാർ കൂട്ടം കൂടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. പ്രതികളിൽ ഒരാളിൽ നിന്ന് 600 ദിർഹം ഈ മരിച്ച വ്യക്തിയടക്കം വായ്പ കൈപ്പറ്റിയിരുന്നു. അപ്പോൾ അത് തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം കത്തിക്കുത്തലും അടിപിടിയിലും ഒക്കെ കലാശിക്കുകയായിരുന്നു. ഒരു പ്രവാസിയുടെ ജീവൻ എടുക്കുകയും ചെയ്തു. എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ട് പ്രതികളെ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിയമപരമായ പരിഹാര മാർഗങ്ങൾ തേടണമെന്നാണ്. നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് രമ്യമായി പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും സഹായം തേടാവുന്നതാണെന്ന് പോലീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ.